കേരളത്തിലെ പോലീസിനെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരമന്ത്രിയെ പോലും വെല്ലുവിളിക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ് അർജുൻ ആയങ്കി. കുറ്റവാളിയായിരിക്കുമ്പോഴും ഒരു വിഭാഗം യുവാക്കൾക്കിടയിൽ അയാൾക്ക് ഹീറോ പരിവേഷമാണ്. CPMന്റെ രാഷ്ട്രീയ വേദികളിലൂടെ വളർന്നു വന്ന അർജുൻ ആയങ്കിക്ക് എവിടെയാണ് ചുവടുപിഴച്ചത്? കൈപിടിച്ചു വളർത്തിയ പാർട്ടി തന്നെ തള്ളിപ്പറഞ്ഞിട്ടും യുവാക്കൾ അയാൾക്ക് സൈബർ ഇടങ്ങളിൽ പിന്തുണയുമായി രംഗത്തെത്തുന്നതിന്റെ കാരണം എന്താണ്? കണ്ണൂരിലെ രാഷ്ട്രീയ ചേരിതിരിവുകളുടെയും കൊലപാതക രാഷ്ട്രീയത്തിന്റെയും സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെയും അണിയറ കഥകളിലൂടെ നമുക്കത് വായിച്ചെടുക്കാം. കണ്ണൂരിലെ ചുവന്ന മണ്ണിൽ ചെങ്കൊടി പിടിച്ച് വളർന്ന് പിന്നീട് സ്വർണ്ണക്കടത്തിലും കൊട്ടേഷനുകൾക്കും വേണ്ടി സ്വന്തം രാഷ്ട്രീയ മേൽവിലാസം പണയപ്പെടുത്തിയ കഥയാണ് അർജുൻ ആയങ്കിയുടേത്. ബാലസംഘത്തിലും SFIയിലും DYFIയിലും സജീവമായിരുന്ന കാലത്ത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ സജീവ പ്രവർത്തകനായിരുന്നു അയാൾ. പാർട്ടി നേതൃത്വം നിർദ്ദേശം കൊടുക്കാതെ തന്നെ പക തീർക്കുന്ന പതിവ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ പണ്ട് മുതലേ നിലനിൽക്കുന്ന ഒന്നാണ്. പക്ഷേ TP ചന്ദ്രശേഖരൻ വധത്തിനു ശേഷം രാഷ്ട്രീയപരമായ ആക്രമണങ്ങൾക്ക് CPM അങ്ങനെ പിന്തുണ നൽകാതായി. എങ്കിലും അപ്പോഴും കണ്ണൂരിലെ ചോരക്കളി തുടർന്നുകൊണ്ടേയിരുന്നു. എതിരാളികളെ ഇല്ലാതാക്കാനായി ആയുധമെടുക്കുന്നവർക്കായി പണം ചെലവാക്കാൻ പാർട്ടി മടിച്ചു തുടങ്ങിയതോടെ പണം കണ്ടെത്തേണ്ട ബാധ്യത പാർട്ടിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ക്രിമിനൽ സംഘങ്ങൾ ഏറ്റെടുത്തു തുടങ്ങി. P ജയരാജന്റെ ആരാധകരായി സ്വയം പ്രഖ്യാപിച്ച ആ സംഘം പണം കണ്ടെത്താനായി സ്വർണ്ണക്കടത്തും മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്കും തിരിഞ്ഞു. മുൻപ് പാർട്ടിക്ക് വേണ്ടി കൊലപാതകങ്ങളും ആക്രമണങ്ങളും നടത്തിയിരുന്ന കൊടിസുനിയും കിർമാണി മനോജും ഉൾപ്പെടെയുള്ള മുതിർന്ന സംഘം ഇവർക്ക് പിന്തുണയും നൽകി. പലപ്പോഴും സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ നിയന്ത്രിച്ചിരുന്നത് വിയ്യൂർ ജയിലിനുള്ളിലെ പാർട്ടി സംഘം തന്നെയായിരുന്നു. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അർജുൻ മലബാർ മേഖലകളിലെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് കൺട്രോൾ ചെയ്തു വരികയായിരുന്നു. ഇതിലൂടെ ലഭിച്ച ഇല്ലീഗൽ മണി പലപ്പോഴും പാർട്ടിയുടെ നിർദ്ദേശമില്ലാതെ തന്നെ പാർട്ടിക്ക് വേണ്ടി ആക്രമണങ്ങൾ നടത്തി ജയിലിലായവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാനും കേസുകൾ നടത്താനുമാണ് ചെലവഴിക്കപ്പെട്ടത്. കണ്ണൂരിൽ പാർട്ടിക്ക് ബദലായി മറ്റൊരു സംവിധാനമായി ഇവർ വളർന്നു വന്ന സാഹചര്യത്തിലാണ് പാർട്ടി നേതൃത്വം ഇവരെ വെട്ടിയൊതുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത്. പാർട്ടി ഔദ്യോഗികമായി തള്ളിപ്പറഞ്ഞെങ്കിലും തങ്ങൾ പാർട്ടിയാണ്, പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് തങ്ങൾ നടത്തുന്നത് എന്ന വാദമാണ് അർജുനും സംഘവും ഉയർത്തിക്കാട്ടിയത്. ഇതോടെ പാർട്ടിയിലെ യുവാക്കൾക്കിടയിൽ ഇവർക്കൊരു റിബൽ പരിവേഷം ലഭിച്ചു. അവർ സിസ്റ്റത്തിനെതിരെ പോരാടുന്ന നായകന്മാരായി ചിത്രീകരിക്കപ്പെട്ടു. സോഷ്യൽ മീഡിയയുടെ അനന്ത സാധ്യതകൾ കൂടി കയ്യിലെടുത്തതോടെ ഈ ഇമേജ് കേരളമാകെ വളർത്താൻ ആ ക്രിമിനൽ സംഘത്തിന് സാധിച്ചു. 2021 രാമനാട്ടുകര സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടതോടെയാണ് അർജുൻ ആയങ്കി എന്ന പേര് കേരളമൊട്ടാകെ കുപ്രസിദ്ധി നേടുന്നത്. വിമാനത്താവളങ്ങൾ വഴി എത്തുന്ന സ്വർണം കടത്തുകാരായ ക്യാരിയർമാരെ വഴിയിൽ വെട്ടിച്ച് കവർച്ച നടത്തുന്ന സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ സുപ്രധാന ആസൂത്രകൻ ഇയാളാണെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇതോടെ പുറത്തു വന്നു. ഈ കേസിൽ അറസ്റ്റിലായി മാസങ്ങളോളം ജയിൽവാസം അനുഭവിച്ച ശേഷമാണ് അർജുൻ ജാമ്യത്തിലിറങ്ങുന്നത്. എന്നാൽ ജാമ്യത്തിലിറങ്ങിയ ശേഷവും തനിക്ക് ചുറ്റുമുള്ള കൊട്ടേഷൻ ഇടപാടുകൾ ഉപേക്ഷിക്കാൻ അർജുൻ ആയങ്കി തയ്യാറായില്ല. ഉമ്മർ കോയ എന്നയാളുമായി ചേർന്ന് ദുബായിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 975 ഗ്രാം സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിച്ച മറ്റൊരു കേസും ഇയാൾക്കെതിരെ ഉയർന്നു വന്നു. കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന ഒരു സ്ഥിരം കുറ്റവാളി എന്ന നിലയിൽ അർജുൻ എത്തിച്ചേർന്നു. കണ്ണൂർ അഴീക്കോട് കപ്പക്കടവ് യൂണിറ്റ് സെക്രട്ടറിയായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് CPM BJP CPM മുസ്ലിം ലീഗ് പോരുകളിൽ ചാലാട് കേന്ദ്രീകരിച്ച് പാർട്ടിയുടെ മുന്നണി പോരാളിയായി നിന്ന അതേ ചെറുപ്പക്കാരനാണ് പിന്നീട് ഈ അധപ്പതനത്തിലേക്ക് പതിച്ചത്. കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന ഒരു സ്ഥിരം കുറ്റവാളി എന്ന നിലയിലേക്ക് അർജുൻ എത്തിച്ചേർന്നു. കണ്ണൂർ അഴീക്കോട് കപ്പക്കടവ് യൂണിറ്റ് സെക്രട്ടറിയായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് CPM BJP CPM മുസ്ലിം ലീഗ് പോരുകളിൽ ചാലാട് കേന്ദ്രീകരിച്ച് പാർട്ടിയുടെ മുന്നണി പോരാളിയായി നിന്ന അതേ ചെറുപ്പക്കാരനാണ് പിന്നീട് ഈ അവസ്ഥയിലേക്ക് അധപ്പതിച്ചത്. സാമ്പത്തിക നേട്ടങ്ങൾക്കായി ലഹരി സ്വർണ്ണക്കടത്ത് മാഫിയകളുമായി ഇയാൾ പൂർണ്ണമായും കണ്ണി ചേർന്നതോടെ DYFI ഇയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ നിർബന്ധിതരായി. എന്നാൽ പുറത്താക്കപ്പെട്ടെങ്കിലും CPMന്റെ കൊടിയും സഖാവെന്ന ലേബലും അടയാളങ്ങളും ദുരുപയോഗം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ജനപ്രീതിയും ആരാധക വൃന്ദവും ഉണ്ടാക്കിയെടുക്കാൻ ആയങ്കിക്ക് കഴിഞ്ഞു. പാർട്ടിയുടെ നിയന്ത്രണങ്ങൾക്കപ്പുറം സ്വന്തമായ ഒരു സാമ്രാജ്യം തീർത്ത അയാൾ അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ ക്രമസമാധാന രംഗത്തിന് തന്നെ വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ മെയ് 3 കോതമംഗലത്തെ ആഡംബര റിസോർട്ടിൽ വെച്ച് പുതിയ കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് ആയങ്കിയും സംഘവും പോലീസിന്റെ പിടിയിലാകുന്നത്. 21 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ കോതമംഗലം CAക്കെതിരെ ആയങ്കി രംഗത്ത് വന്നത്. പറ്റുമെങ്കിൽ എന്നെ പിടിച്ചോ, ഇനി ജാമ്യം എടുത്തിട്ട് പുറത്തു വരൂ എന്ന് വെല്ലുവിളിച്ച അർജുൻ പോലീസ് ഉദ്യോഗസ്ഥരെ സമാധാനപരമായി പെൻഷൻ വാങ്ങി ജീവിക്കാൻ പോലും അനുവദിക്കില്ലെന്ന് വരെ പരസ്യമായി ഭീഷണിപ്പെടുത്തി. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ഇയാൾ പൂർണ്ണമായും ഒളിവിൽ പോയത്. നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് ഒളിവിലിരിക്കുമ്പോഴും പോലീസിനെ കബളിപ്പിക്കാൻ സിനിമാറ്റിക് തന്ത്രങ്ങളാണ് ആയങ്കി പയറ്റുന്നത്. അർജുനല്ല, മറിച്ച് മറ്റൊരാളാണ് ആയങ്കിയുടെ പേരിലുള്ള പ്രൊഫൈലുകളിൽ നിന്നും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഡിജിറ്റൽ തെളിവുകൾ വഴി അന്വേഷണ സംഘത്തെ വഴിതിരിച്ചു വിടാനാണ് ഈ നീക്കമെന്നാണ് കരുതപ്പെടുന്നത്. മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ച സംഘത്തിന് എറണാകുളത്തെ ഒരു ടവറിന് കീഴിലാണ് സിഗ്നൽ ലഭിച്ചതെങ്കിലും ടവർ ലൊക്കേഷൻ ഒരു സ്ഥലത്തും പ്രതി മറ്റൊരിടത്തുമാണ് ഇരിക്കുന്നതെന്ന കാര്യം മനസ്സിലായിരിക്കുകയാണ്.
സംഭവത്തിൽ കർശന നിലപാടുമായി രംഗത്തെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ധൈര്യമുണ്ടെന്ന് പറയുന്നവർക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടോളൂ എന്ന് വാർത്താ സമ്മേളനത്തിൽ കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ക്രിമിനലുകൾക്കും ഗുണ്ടകൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്നും നിയമത്തിന് മുന്നിൽ ആരും അതിമാനുഷ്യരല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അർജുൻ ഉപയോഗിക്കുന്ന UPI അക്കൗണ്ടുകൾ ഇതിനോടകം തന്നെ പോലീസിന്റെ റഡാറിലാണ്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് മറ്റൊരാളാണെന്ന് തെളിഞ്ഞാൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയതിന് ഇയാൾക്കൊപ്പം ആ വ്യക്തിക്കെതിരെയും IT ആക്ട് പ്രകാരം പ്രത്യേക കേസ് ചുമത്തും. ആയങ്കിയെ സഹായിക്കുന്ന സ്ലീപ്പർ സെല്ലുകളെയും ഒളിവ് സങ്കേതം ഒരുക്കുന്നവരെയും പ്രതികളാക്കാനാണ് പോലീസിന്റെ തീരുമാനം. DGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ റൂറൽ പോലീസിന്റെ പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ച് സൈബർ വിങ്ങും അടങ്ങുന്ന വിപുലമായ സംഘമാണ് ഇപ്പോൾ ആയങ്കിയെ പിടികൂടാനായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിക്കുന്നുണ്ട്. കണ്ണൂരിലെ പഴയൊരു സൈബർ സഖാവിൽ നിന്നും തുടങ്ങി ലഹരി സ്വർണ്ണക്കടത്ത് മാഫിയകളുടെ തലവനായി വളർന്ന അർജുൻ ആയങ്കിയുടെ അഹങ്കാരത്തിന് അന്ത്യം കുറിക്കാനും ഒളിവ് സങ്കേതങ്ങൾ തകർത്ത് നിയമത്തിന്റെ മുന്നിലേക്ക് അയാളെ കൊണ്ടുവരാനുമുള്ള പോലീസിന്റെ നീക്കം അവസാന ഘട്ടത്തിലാണ്. ആയങ്കിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കാമെന്ന സൂചനകളാണ് അന്വേഷണ സംഘം നൽകുന്നത്.